ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷീറ്റ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ കുറേ എപ്പിസോഡ്സ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണാം നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്കെച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ഓരോ പാർട്സും അതുപോലെ ഓരോ പോർഷൻസും എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നത് ഷെയ്ഡിങ് നന്നായി ചെയ്യാനായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആ പെൻസിൽ പിടിക്കുമ്പോൾ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യാനായിട്ട് ലൈൻസ് ഇടണം കണ്ടിട്ടില്ലേ. ഇങ്ങനെ ഇപ്പോൾ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. പിന്നെ കൈ എടുക്കാതെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഡാർക്കറിൽ നിന്ന് ലൈറ്റിലേക്ക് ഇങ്ങനെ പ്രഷർ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ കൈയുമ്പോൾ ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇടയിൽ ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ലൈൻസ് തമ്മിൽ നമ്മൾ സ്ട്രോക്സ് ഇങ്ങനെ ലൈൻസ് യൂസ് ചെയ്തിട്ടാണല്ലോ ഷെയ്ഡ് ചെയ്യണത്. അപ്പം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഷെയ്ഡ് ചെയ്യണം. അപ്പോഴാണ് ആ ഷെയ്ഡിങ്ങിന് ഒരു ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ചില കുട്ടികൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വരച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ പല ഡയറക്ഷനിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക്. പിന്നെ ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് പഠിക്കണം ഇപ്പം ചെയ്യണത്. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, താഴെ നിന്ന് മുകളിലേക്ക്, അങ്ങനെ പല ഡയറക്ഷനിൽ നിന്ന് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ സൈഡിലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഡയറക്ഷനിലേക്ക് ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. ഇതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് ഡാർക്ക് ആദ്യം നന്നായി പ്രഷർ കൊടുത്തിട്ട് പിന്നെ പ്രഷർ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കുറേ വട്ടം ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലുവൻസി കിട്ടും. നമ്മൾ ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഡിങ് പലതരത്തിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഹാച്ചിങ്. അപ്പോൾ നിങ്ങളിത് കൂടുതലും ഇതായിരിക്കും മിക്കവരും യൂസ് ചെയ്യണ ടെക്നിക്ക്. ഇതിലിങ്ങനെ നമ്മൾ ലൈൻസ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യണതാണ് ഈ ഹാച്ചിങ്. ഇതിൽ നമ്മൾ ഡാർക്കറായിട്ടുള്ള പോർഷൻസിൽ കൂടുതൽ ലൈൻസ് വരയ്ക്കും. അതുപോലെ ലൈറ്ററായിട്ടുള്ള പോർഷൻസിൽ കുറച്ച് ലൈൻസ് വരച്ചും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അതാണ് ഹാച്ചിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോഴായാലും ഒക്കെ നമ്മൾ കൂടുതലും ഈ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുക. ആ ഒരു സ്കിന്നിന് ടെക്സ്ചറൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഹാച്ചിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാലാണ് ക്രോസ് ഹാച്ചിങ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹാച്ചിങ് പോലെ തന്നെ ആദ്യം ലൈൻസ് ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും ലൈൻസ് ഇടും. ഇങ്ങനെ ക്രോസ് ആയിട്ട് ലൈൻസ് ഇടും. അതാണ് ക്രോസ് ഹാച്ചിങ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാച്ചിങ് പോലെ തന്നെയാണ്. ആദ്യം ഹാച്ച് ചെയ്യണ പോലെ ഇങ്ങോട്ട് ലൈൻസ് ഇട്ട് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ലൈൻസ് ഇട്ടെടുക്കുക. ഇതാണ് ക്രോസ് ഹാച്ചിങ്. ഇതും നമ്മൾ ബോഡി പാർട്സ് ഒക്കെ വരയ്ക്കാൻ, ഹാൻഡും ലെഗ്സും അതുപോലെ ഫേസിലും ഒക്കെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ്സ് യൂസ് ചെയ്യും. ഇപ്പം ഇന്ന മെത്തേഡ് ഇവിടെ ഈ പോർഷനിൽ യൂസ് ചെയ്യണം അങ്ങനെ ഇല്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഏത് പോർഷൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ക്രോസ് വാച്ചിങ് ഒക്കെ ഫേസൊക്കെ വരയ്ക്കുമ്പോഴായാലും അതുപോലെ ബോഡി ഫിഗേഴ്സ് വരയ്ക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഇങ്ങനത്തെ സർക്കുലർ മോഷൻസിലുള്ള ഷെയ്ഡിങ്സ്. ഇതിങ്ങനെ സ്ക്രിബിൾ ചെയ്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഇത് കൂടുതലും നമ്മൾ താടിയൊക്കെ വരയ്ക്കില്ല, താടി മുടി അതൊക്കെ വരയ്ക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾക്ക് ഡാർക്കറായിട്ടുള്ള പോർഷൻസിൽ കൂടുതൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ബാക്കി ഇങ്ങനെ ലൈറ്റാക്കി കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പ്രഷർ കുറച്ച് അതുപോലെ ആ ഒരു സ്ക്രിബിൾ ചെയ്യാൻ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഹെയറും അതുപോലെ താടിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് യൂസ് ചെയ്യണത്. ഇനി നെക്സ്റ്റാണ് സ്റ്റിപ്പിങ്. അതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും.
അപ്പോൾ ചില പോർഷൻസിൽ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇതിലിങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് വരേണ്ടടുത്ത് ഇങ്ങനെ കൂടുതൽ ഡോട്ട്സ് ഇങ്ങനെ അടുപ്പിച്ചിടും. പിന്നെ അങ്ങനെ ഷെയ്ഡ് മീൻസ് ആ ഒരു ഷെയ്ഡ് കുറയണതിനനുസരിച്ച് ആ ഡോട്ട്സിൻ്റെ അളവ് കുറച്ച് വരും. അങ്ങനെയാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചില സമയത്തൊക്കെ ഓരോ ഏരിയാസൊക്കെ ഷെയ്ഡ് ചെയ്യണ സമയത്ത് ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടുള്ളൊരു ടെക്സ്ചർ വേണ്ടി വരും നമുക്കപ്പോൾ അങ്ങനത്തെ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ചില സമയത്ത് ഫേസിൻ്റെ പോഴ്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാനായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെയ്ഡിങ് മെത്തേഡ്സ്. ഇനി കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്, കോണ്ടൂറിങ്, പിന്നെ വേറെ മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏത് മെത്തേഡ് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യണമെന്നല്ല, നമുക്ക് ഫിഗറിൽ നോക്കിയിട്ട് അവിടെ ഏത് മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.